വാർത്തയിലേക്ക് പശ്ചിമേഷ്യയിൽ യുഎസ് ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇറാനെതിരെ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ യുഎസിന്റെ പക്കൽ ആവശ്യത്തിന് മിസൈൽ ശേഖരമില്ലെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥന്റെ മുന്നറിയിപ്പ്. വ്യോമ പ്രതിരോധ മിസൈലുകളുടെയും ദീർഘദൂര ആയുധങ്ങളുടെയും ദൗർലഭ്യം യുഎസിന്റെ സൈനിക നീക്കങ്ങളെ കാര്യമായി പരിമിതപ്പെടുത്തിയേക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് യുഎസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ അല്പം മുമ്പാണ് യുഎസ് സൈനികർക്കുണ്ടായ നാശം, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്കേറ്റ പരിക്ക് ഒക്കെ പെന്റഗൺ വെളിപ്പെടുത്തിയത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പെന്റഗണും വൈറ്റ് ഹൗസും പെന്റഗണുമായി തർക്കമുണ്ട് യുദ്ധത്തിൻ്റെ എന്ന കാര്യത്തിൽ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടും ആശങ്കയിലാണോ അമേരിക്ക? ഈ പെന്റഗൺ യുദ്ധത്തെ സംബന്ധിച്ച് ഓരോ വിവരങ്ങൾ പുറത്തുവിടുമ്പോഴാണ് യു എസ് കോൺഗ്രസിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ യു എസിൻ്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് യു എസ് ലോ മേക്കേഴ്സ് കോൺഗ്രസിൽ ഹാജരാകാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് പെന്റഗണിൻ്റെ ഭാഗത്ത് നിന്ന് ചില പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് പരിക്കേറ്റ യു എസ് സൈനികരെ സംബന്ധിച്ചാണ്. അതായത് പെന്റഗൺ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ജൂലൈ 7 മുതൽ, അതായത് ഇപ്പോൾ നിലവിൽ രണ്ടാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ജൂലൈ 7 മുതലുള്ള കണക്കാണ് പെന്റഗൺ എടുത്തു പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 100 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായിട്ടാണ് പുറത്തുവിട്ടിട്ടുള്ളൊരു കണക്കുകൾ. എന്നാൽ ഈ പരിക്കുകൾ പലതും ഗുരുതരമല്ലെന്നും പെന്റഗൺ എടുത്തു സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ ബജറ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആയുധ ശേഖരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പെന്റഗൺ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടതല്ല. പെന്റഗണിലുള്ള ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് പശ്ചിമേഷ്യയിൽ ഇറാനെ നേരിടാൻ വേണ്ടി യു എസിൻ്റെ കയ്യിൽ പരിമിതമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പെന്റഗന്റെ ഈ പ്രത്യേക യോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്നാൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന മറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പ്രസിഡന്റ് ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു അഭ്യൂഹം മാത്രമാണ്. പക്ഷേ ഇതൊരു അതിശയോക്തി കലർന്ന ഒരു വാർത്തയുമാണ്. കാരണം ട്രംപ് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, യു എസിൻ്റെ സേന പശ്ചിമേഷ്യയിൽ നിന്ന് പിൻവലിയുന്നില്ല, ഇപ്പോഴും യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധവിമാനങ്ങളും അടക്കമുള്ള യു എസിൻ്റെ എല്ലാ സന്നാഹങ്ങളും പശ്ചിമേഷ്യയിൽ തുടരുമെന്ന് ട്രംപ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ട സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഘർഷം അത് പെട്ടെന്ന് തന്നെ ഇറാനുമായിട്ട് പുനരാരംഭിക്കാൻ അമേരിക്കയ്ക്ക് സാധ്യമായതും ഇത്തരം ഉപകരണങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലുള്ള യു എസ് ഉപരോധം ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒമാൻ തീരത്തുകൂടി കപ്പലുകൾ കടന്നു പോകാൻ, അതായത് ഇപ്പോൾ യു എസിൻ്റെ അനുമതിയോടെ ഇറാൻ ബന്ധമില്ലാത്ത കപ്പലുകളാണെങ്കിലും ഒമാൻ തീരത്തുകൂടി കടന്നു പോകാൻ ശ്രമിച്ചാൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് ഏത് തലം വരെ ഇത് വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. യു എസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വേണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കാൻ. എന്തായാലും യു എസിൻ്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് ഇന്ന് ലോ മേക്കേഴ്സ് കോൺഗ്രസിന് മുന്നിൽ ഹാജരായതിനു ശേഷം യുദ്ധത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു.